ഹലോ, അസ്സലാമലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള അപ്പങ്ങളാണ് കേട്ടോ. അപ്പോൾ വെള്ളപ്പം, പാലപ്പം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയും ഈസ്റ്റ് ചേർക്കാതെ ചെയ്യുന്നതും തേങ്ങ ചേർക്കാതെ ചെയ്യുന്നതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് ശരിക്കും പാലപ്പം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഇഡലി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇതിനേറ്റവും നല്ലത് ഇഡലി റൈസാണ്. അപ്പോൾ ഇഡലി റൈസ് ഇല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരി എടുത്താലും മതി. പിന്നെ വേണ്ടത് 2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു അരിയും തേങ്ങയും കൂടെ അരച്ചെടുക്കാം, പാകത്തിന് വെള്ളം ചേർത്തിട്ട്. അപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പകുതി അരിയും അതുപോലെ പകുതി തേങ്ങയും കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് ഒന്നും കൂടെ അരച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയ്ക്ക് പകരം തേങ്ങ പിഴിഞ്ഞെടുത്ത് പാലെടുത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാലെടുത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനേക്കാളും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം, നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്ത റെസിപ്പി തന്നെയാണ് കേട്ടോ, ചാനൽ തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കുക. ഇനി 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്, അതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാനുണ്ട് കുറച്ച് മാവ് എടുത്തിട്ട്. അപ്പോൾ ഇതും കൂടെ അരച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് മാവ് എടുത്ത് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു തവി അല്ലെങ്കിൽ ഒരു 1.5 തവി മാവ് എടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഒരു സോസ് പാനിലോ എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ട് കുറച്ച് മാവ് ഇതിൽ നിന്നും ഒരു തവി അല്ലെങ്കിൽ 1.5 തവിയോളം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കുറുക്കിയെടുക്കുന്നത്. കപ്പി കാച്ച എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ, ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് അടിക്ക് പിടിക്കും, പെട്ടെന്ന് തിക്കായി കിട്ടുകയും ചെയ്യും. ഒന്ന് തിളക്കുമ്പോൾ തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ അടിക്ക് പിടിക്കാതെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാവ് വേവിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ബ്ലെൻഡറിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അരച്ച മാവ് ഓൾറെഡി പാകത്തിനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, പിന്നെ അത് ലൂസായി പോകും. അപ്പോൾ മാവ് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അരച്ച മാവ് കുറച്ച് തിക്കായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുത്തതാണ്. ഇനി വേണ്ടത് ഇതിലോട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ നോർമൽ ഈസ്റ്റ് കുതിർത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ള ഈസ്റ്റ്. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും അധികം പഴക്കമില്ലാത്ത കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച മാവിലോട്ട് ഈ ഒരു മാവിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കുക കേട്ടോ, ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. ഇഡലി മാവിനേക്കാളൊക്കെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ്. നമ്മൾ അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനുണ്ടല്ലോ. പിന്നെ അതുപോലെ ഈ ഒരു സമയത്ത് തന്നെ പാകത്തിനാക്കി എടുക്കുക, അല്ലെങ്കിൽ പിന്നീട് മാവ് പൊങ്ങി വന്ന ശേഷം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ 4 മണിക്കൂറിലൊക്കെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് 4 മണിക്കൂറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓവനൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചാലും മതി. അപ്പോൾ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കൂർ കൊണ്ട് നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ മാവ് ആക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അത് പൊങ്ങി പുറത്ത് വരും. ഇപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് അല്ലെങ്കിൽ എത്ര സമയം വെച്ചാലും നന്നായി പൊങ്ങി വരില്ല. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ ഒന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കുക.
ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് മാവൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തവി മാവ് അല്ലെങ്കിൽ 1.5 തവി, കുറച്ച് വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ 1.5 തവി അല്ലെങ്കിൽ 1 തവി മാവ് ഒഴിക്കാട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, ഒരു കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ എത്രത്തോളം നമുക്ക് ക്രിസ്പിയായി കിട്ടണമെന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തിനനുസരിച്ചിരിക്കും. കൂടുതൽ ക്രിസ്പി ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. കറക്റ്റ് പാലപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പാലപ്പം അല്ലെങ്കിൽ വെള്ളപ്പം രണ്ടും സെയിം ആണ്. കുറേ പേര് പാലപ്പം എന്ന് പറയുന്നുണ്ട്, അതുപോലെ വെള്ളപ്പം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ നമുക്ക് തവ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ തവ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 തവി മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ച ശേഷം ഒന്ന് നിരത്തി കൊടുക്കേണ്ടതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഹോൾസ് വന്ന ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളയപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഞാൻ ഇഡലി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് ഇഡലി റൈസ് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് ചേർക്കാത്ത വേറൊരു രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു ഓപ്ഷൻ, നിങ്ങൾക്ക് അരി കുതിർക്കുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് കുതിർക്കുകയാണെങ്കിൽ അരി കുതിർത്ത വെള്ളം അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തേങ്ങാ വെള്ളവും ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഒഴിവാക്കാം. പക്ഷേ ഈസ്റ്റ് ചേർക്കുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഈസ്റ്റ് കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ഹെൽത്തി അല്ലാത്ത സംഭവമൊന്നുമല്ല. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. ചോറിന് പകരം അവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 1 കപ്പോളം ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് കുറച്ചിട്ട് 1/4 കപ്പ് തേങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ചോറ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ അതുപോലെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഞാൻ കുറേ രീതിയിലുള്ള അപ്പത്തിൻ്റെ റെസിപ്പി അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേഷൻ പുഴുക്കലരി വെച്ചിട്ട്, അതുപോലെ നുറുക്ക് ഗോതമ്പ്, അമൃതം പൊടി വെച്ചിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാം, വേണമെന്നവർ കണ്ടോളൂ. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. പിന്നെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കിയിട്ട് ഇത് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊരു 2 മണിക്കൂറിലൊക്കെ മാവ് പൊങ്ങി കിട്ടാറുണ്ട്, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഓവനൊന്ന് ചൂടാക്കിയിട്ടൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒരു 2 മണിക്കൂറിലൊക്കെ നമുക്ക് മാവ് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വലിയ പാത്രത്തിൽ മാവാക്കി കൊടുക്കാട്ടെ, അല്ലെങ്കിൽ പൊങ്ങി പുറത്ത് വരും. പിന്നെ ഒരു കാര്യം നേരത്തെ എനിക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നേരത്തെ ഏത് റെസിപ്പി ആണെങ്കിൽ പോലും മാവ് പൊങ്ങി വന്ന ശേഷം നമ്മളിപ്പോൾ തന്നെ ചുട്ടെടുക്കുന്നില്ലെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പച്ചട്ടി നല്ല ചൂടായ ശേഷം മാവ് 1 തവി മാവ് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ എളുപ്പത്തിലും നമുക്കിതുപോലെ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. ചെറിയ വ്യത്യാസമുണ്ട് ടേസ്റ്റിൽ, തേങ്ങ ചേർക്കുമ്പോഴും തേങ്ങ ചേർക്കാതെ ചെയ്യുമ്പോഴും. ബാക്കിയൊക്കെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തവ വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഈ ഒരു തവ വെച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ കൂടുതലും ചെയ്തെടുക്കാറ്. അപ്പച്ചട്ടിയേക്കാളും ഈ ഒരു തവ വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹോൾസൊക്കെ വന്ന ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. ഏത് രീതി വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈസ്റ്റും തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് നമ്മുടെ സാദാ ദോശ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പോളം ചോറാണ് കേട്ടോ. 2 കപ്പ് അരിക്ക് 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുഴുക്കലരി ചോറ് അല്ലെങ്കിൽ പച്ചരി ചോറായാലും മതി. 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു മെയിൻ സംഭവം പുളിച്ച മാവാണ്. അപ്പോൾ ഇഡലി മാവാണെങ്കിൽ ഇഡലി മാവ്, അല്ലെങ്കിൽ ഇതുപോലുള്ള വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ മാവാണെങ്കിൽ ഏതാണെങ്കിലും പുളിച്ച് വന്ന മാവാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഡലി അതുപോലെ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പുളിച്ച മാവ് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കിതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. അപ്പോൾ ഇത് ഞാൻ അപ്പച്ചട്ടിയിൽ അങ്ങനെ ചുറ്റിച്ചെടുക്കാറില്ല, തവ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങനെ ലൂസാക്കി എടുക്കണ്ട. പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു രാത്രി ഫുൾ ഒരു 7-8 മണിക്കൂറൊക്കെ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മൾ ഈസ്റ്റ് ചേർക്കാതെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ, അല്ലെങ്കിൽ തേങ്ങാ വെള്ളം അങ്ങനെയൊക്കെ ചേർത്ത് ചെയ്തെടുക്കുമ്പോൾ 7-8 മണിക്കൂറൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു 7 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റെസിപ്പിയിലൊക്കെ ഇതുപോലെ തന്നെ ഈസ്റ്റിന് പകരം പുളിച്ച മാവ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതിന് തവ നല്ല ചൂടായ ശേഷം ഇതുപോലെ ഒരു തവി മാവ് ഒഴിക്കുക. എന്നിട്ട് ഫുള്ള് ഹോൾസ് വന്ന ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്ത റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.